പേന ബ്ലാക്ക് ആദ്യ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ BA BSc മലയാള സാഹിത്യം ക്ലാസ് ജി ശങ്കരപ്പിള്ളയുടെ ഭരതവാക്യം നാടകത്തിലെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്യുന്നു. അവതരിപ്പിക്കുന്നത് നാടകകൃത്തും സംവിധായകനും NCSTയുടെ മലയാളം HODയുമായ GC കാരക്കൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നമസ്കാരം. ഭരതവാക്യം ജി ശങ്കരപ്പിള്ളയുടെ നാടകത്തിൻ്റെ 2ാം ഭാഗം. കഥാപാത്രങ്ങളുടെ വിശകലനം സംഭാഷണങ്ങളിലൂടെ. അതിൻ്റെ 1ാം ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംപ്രേഷണം ചെയ്തതാണ്. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രധാനമായും ഈ ചാനൽ എന്ന് പറയുമ്പോൾ പേന ബ്ലാക്ക് എന്ന് പറയുമ്പോൾ വെറും പാഠഭാഗം മാത്രം അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമല്ല നമ്മുടേത്. നമ്മൾ ആ പാഠത്തിന് ആവശ്യമായ നാടൻ പാട്ടുകൾ വരും. അതേപോലെ തന്നെ അതിൽ ചില ഇന്നത്തെ ചിന്താവിഷയം പോലുള്ള ചില വിഷയങ്ങൾ അവതരിപ്പിക്കും. അതുകൂടാതെ നാടകത്തിൻ്റെ കഥാപാത്രങ്ങളുടെ അഭിനയ ഭാഗങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ പാഠം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് നാടകത്തെ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ പ്രയോജനകരമായ കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. അപ്പം ഇന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു പ്രധാന ഭാഗം ഒരു 90കളിലൊക്കെ നമ്മുടെ യുവജനോത്സവം നാടക മത്സരം വളരെ വാശിയിൽ നടന്ന കാലത്ത് അന്ന് വളരെ പ്രധാനപ്പെട്ട വേദികളിൽ ധാരാളം അവതരിപ്പിച്ചിട്ടുള്ള ഒരു യുവജനോത്സവ നാടകമായിരുന്നു ചാത്തുമ്മാൻ്റെ ചെരുപ്പ്. ആ ചെരുപ്പ് എന്ന നാടകത്തിൽ, ചാത്തുമ്മാൻ്റെ ചെരുപ്പ് എന്ന നാടകത്തിൽ ആദ്യം ഒരു കടങ്കഥ പറഞ്ഞിട്ടാണ് തുടങ്ങാൻ. ഈ ചെരുപ്പിനൊരു കടങ്കഥയുണ്ട്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ഇതാണ് നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, ചെരുപ്പ് എന്ന് പറയും. അത് ഒരു താളാത്മകമായ ഒരു നാടൻ പാട്ടിൻ്റെ രീതിയിലാണ് അന്ന് ആ നാടകം. ഞാനന്ന് യുവജനോത്സവങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോകുന്ന കാലഘട്ടത്തിലാണ്, ജില്ലാ യുവജനോത്സവം ജഡ്ജ് ചെയ്യാൻ പോകുന്ന കാലത്ത് കണ്ട നാടകമാണ്. അത് ഒരുപാട് വേദികളിൽ പിന്നെ ജില്ലാ സംസ്ഥാന വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ആ കുതിര ഈ കുതിര, മൂക്കില്ല രാജ്യത്തെ ഞൊണ്ടിക്കുതിര. ആ കുതിര ഈ കുതിര, മൂക്കില്ല രാജ്യത്തെ ഞൊണ്ടിക്കുതിര. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. ആ കുതിര ഈ കുതിര, മൂക്കില്ല രാജ്യത്തെ ഞൊണ്ടിക്കുതിര. കോറസ്, ഒരു കുട്ടികളുടെ ഒരു കോറസ് വന്നിട്ട് ഒരു വലിയ ചെരുപ്പിൻ്റെ വലിയ മാസ്ക് എന്നൊക്കെ പറയാം, വലിയ ചെരുപ്പ് ഇങ്ങനെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ ചുവടുവെക്കുന്നതാണ്. അതിനുപയോഗിച്ചത് അവർ ഒരു കടങ്കഥയാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു കടങ്കഥ ഇങ്ങനെ പാട്ടായി വന്നു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തെ യുവജനോത്സവം ചെല്ലുമ്പോൾ ഒന്നിൻ്റെ പകർപ്പായ ധാരാളം ഈ കടങ്കഥകളും നാടകങ്ങളും ചുവടുവെക്കളുണ്ട്. പിറ്റേ വർഷം അതേപോലെ തന്നെ വന്നു അമ്മ കറുത്ത്. നാടകത്തിൻ്റെ പേര് വെള്ളില. ആരോ അധ്യാപകർ എഴുതിയതാണ്, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത. ചാത്തുമ്മാൻ്റെ ചെരുപ്പ് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇക്കൊല്ലം വെള്ളില എന്ന നാടകത്തിൽ വെള്ളില തന്നെയാണ് പ്രധാന കഥാപാത്രം. ആ വെള്ളിലയ്ക്ക് ഒരു കടങ്കഥയുണ്ട്. അമ്മ കറുത്ത്, മകള് വെളുത്ത്, മകളുടെ മകൾ ഒരു സുന്ദരി പെണ്ണ്. അതാണ് കുട്ടികൾ പറഞ്ഞു കളിക്കുന്ന പാട്ടാക്കി, നാടൻ പാട്ടാക്കി ചുവട് വെച്ച് കോറസ്. അമ്മ കറുത്ത്, മകള് വെളുത്ത്, മകളുടെ മകൾ ഒരു സുന്ദരി പെണ്ണ്. ആ സുന്ദരി പെണ്ണിന്റെ കല്യാണത്തിന് കൂടെ പോരുന്നോ മാളോരേ. അമ്മ കറുത്ത്, മകള് വെളുത്ത്, മകളുടെ മകൾ ഒരു സുന്ദരി പെണ്ണ്. ആ സുന്ദരി പെണ്ണിന്റെ കല്യാണത്തിന് കൂടെ പോരുന്നോ മാളോരേ. ഇങ്ങനെയാണ് ഈ നാടകത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച്
മത്സര നാടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കൽ വന്നതിനെ പിന്നീട് മറ്റൊരു രൂപത്തിൽ തുടർച്ചയായിട്ട് വരുന്ന ഒരു കാലം. നമുക്ക് ഈ കഥാപാത്രങ്ങളുടെ വിശകലനത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നടൻ എന്ന കഥാപാത്രത്തെയും മിത്രം എന്ന കഥാപാത്രത്തെയുമാണ് അതിന് നടന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മിത്രത്തിന് കഥാപാത്രമൊക്കെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ സംഭാഷണങ്ങളെ വിശകലനം ചെയ്തത്. ഇന്ന് നമ്മൾ മിത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടനും മിത്രവും തമ്മിലുള്ള സംഭാഷണങ്ങളെയാണ് വിശകലനം ചെയ്തത്. അപ്പോൾ ഈ നടനെയും മിത്രത്തെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അവർ നല്ല മിത്രങ്ങൾ തന്നെയാണ്. അവരുടെ ഉള്ളിലുള്ള സ്നേഹം ഒരാളുടെ മറ്റേ പ്രതിഫലനമാണ്, ഒരാളുടെ മനസ്സാക്ഷിയാണ് മറ്റേ മിത്രമായി വരുന്നത്. പക്ഷെ അവർ തമ്മിലുള്ള ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പാടിയത് ആശാനാണ്. അതുകൊണ്ട് തന്നെ കുമാരനാശാനെ സ്നേഹഗായകൻ എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറഞ്ഞ കുമാരനാശൻ തന്നെ. ഇവർ തമ്മിൽ ഒരു സ്നേഹമുണ്ട്. എന്താ അതിൻ്റെ ഒരു ചിന്താവിഷയം പോലെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്താണെന്ന് പറയുന്നത്, എന്താണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ, എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളിങ്ങനെ നിർവചിക്കാം. മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് സ്നേഹം. മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് സ്നേഹം. അങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യയുടെ മനസ്സിനെയും ഒരു ഭർത്താവിൻ്റെ മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹമുണ്ട്. ഭാര്യയുടെ മനസ്സിനെയും ഭർത്താവിൻ്റെ മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം. ഈ സ്നേഹത്തെ നമ്മൾ സ്നേഹം എന്നല്ല പറയുന്നത്. ഈ സ്നേഹത്തെ നമ്മൾ പ്രണയം എന്ന് പറയും. അതുതന്നെയാണ് കാമുകൻ്റെ മനസ്സിനെയും കാമുകിയുടെ മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. അതിന് നമ്മൾ പ്രണയം എന്ന് പറയും. ഒരു ഗുരുവിനെയും ശിഷ്യനെയും, ഒരു ഗുരുവിൻ്റെ മനസ്സിനെയും ശിഷ്യൻ്റെ മനസ്സിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ഈ പാലത്തെ നമ്മൾ ആദരവ് എന്നൊക്കെയാണ് പറയാം. അതേപോലെ വളരെ ദൈവവിശ്വാസികളായ ആളുകളുണ്ട്. അവരുടെ മനസ്സിനെയും ദൈവത്തിൻ്റെ മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. അവരുടെ മനസ്സിനെയും ദൈവത്തിൻ്റെ മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. ഈ പാലത്തെ നമ്മൾ ഭക്തി എന്ന് പറയും. അതേപോലെ ഒരു സുഹൃത്തിൻ്റെ മനസ്സിനെയും മറ്റൊരു സുഹൃത്തിൻ്റെ മനസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന് എന്ത് പറയുന്ന, അതാണ് നമ്മുടെ നാടകത്തിൻ്റെ വിഷയം. ഒരു സുഹൃത്ത്, ഇവിടെ നടൻ എന്ന സുഹൃത്തും അയാളുടെ മനസാക്ഷിയായ മിത്രം എന്ന സുഹൃത്തിനെയും അവരുടെ രണ്ടുപേരുടെയും ഹൃദയത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തെ മൈത്രി എന്ന് പറയും. ആ പാലത്തെ മൈത്രി എന്ന് പറയും. അതുകൊണ്ടാണ് അവർ മിത്രങ്ങളായി മാറിയത്. അപ്പം ഇങ്ങനെയുള്ള ആത്മബന്ധങ്ങളുടെ മൈത്രിയുടെ ഏറ്റവും ദൃഢമായ സ്നേഹം പ്രകടമാക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ മിത്രം എന്ന കഥാപാത്രവും അതേപോലെ ഈ നടൻ എന്ന് പറയുന്ന കഥാപാത്രവും. ഇവിടെ നടൻ്റെ ഒരു വലിയ സ്വപ്നമുണ്ട്. അത് പറയുന്നു, ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു കുട്ടിയായിരുന്ന കാലത്ത് ഭാവിയിൽ ആരായിത്തീരണം എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു എൻജിൻ ഡ്രൈവറായി തീരണം എന്ന് പറയും. അതായിരുന്നു അയാളുടെ ഈ നടൻ്റെ കുട്ടിയായിരുന്ന കാലത്തെ ആഗ്രഹം. ഭാവിയിൽ ആരായിത്തീരണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരു എൻജിൻ ഡ്രൈവറായി തീരണം എന്ന് ഞാൻ പറയുമായിരുന്നു. എൻജിൻ ഡ്രൈവർ എന്ന് പറയുന്നത് തീവണ്ടി ഓടിക്കുന്ന ഡ്രൈവറെയാണ് എൻജിൻ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇത് പറയുമ്പോൾ ഭാവിയിൽ ആരാവണമെന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു എൻജിൻ ഡ്രൈവർ ആവണമെന്ന് പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ സ്പോട്ട് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അയാളുടെ മുന്നിലൂടെ ഒരു തീവണ്ടി എൻജിൻ അങ്ങനെ കറങ്ങി പാളത്തിലൂടെ പോവുകയാണ്. ആളുകളെ വഹിച്ചുകൊണ്ടുള്ള ഒരു തീവണ്ടി എൻജിൻ ഇങ്ങനെ ഇരുമ്പ് പാളത്തിൽ ഉരസിക്കൊണ്ട് കടന്നു പോകുന്ന ഭീകരമായ സംഗീതത്തിൻ്റെ ഒരു ഭാഗം ഈ നമ്മുടെ രംഗവേദിയിൽ വരും. അപ്പോൾ അയാളുടെ മുഖത്ത് ആ എൻജിൻ ഡ്രൈവറുടെ വളർച്ചയും അതാവാൻ കഴിയാത്തതിൻ്റെ നിരാശയൊക്കെ നമ്മൾ കാണും. പിന്നെ പറയാണ്, മുതിർന്നപ്പോൾ ഞാൻ മറ്റൊന്നാണ് ആഗ്രഹിച്ചത്. മുതിർന്നപ്പോൾ എനിക്ക് ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. മുതിർന്നപ്പോൾ ഒരു ഡോക്ടർ ആവാൻ ഞാൻ ആഗ്രഹിച്ചു. ലോകത്തിൻ്റെ സകല രോദനങ്ങളെയും രണ്ട് വിരൽ കൊണ്ട് ശമിപ്പിക്കുന്ന ഒരു ഡോക്ടർ ആവാൻ ഞാൻ ആഗ്രഹിച്ചു. ലോകത്തിൻ്റെ സകല നൊമ്പരങ്ങളെയും രണ്ട് വിരലുകൾ കൊണ്ട് സ്വാന്തനപ്പെടുത്തുന്ന ഒരു ഡോക്ടർ ആവാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് അയാൾ രണ്ടാമത് പറയുന്നു. അപ്പോൾ മിത്രമെന്ന ലോകത്തിൻ്റെ വേദന മുഴുവൻ
വിരൽത്തുമ്പ് കൊണ്ട് മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. ലോകത്തിൻ്റെ വേദന മുഴുവൻ വിരൽത്തുമ്പ് കൊണ്ട് മാറ്റാൻ, ലോകത്തിൻ്റെ വേദന മുഴുവൻ വിരൽത്തുമ്പ് കൊണ്ട് മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പം നമ്മുടെ മിത്രം എന്ന കഥാപാത്രം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, കാണേണ്ടത് മാത്രം നീ കണ്ടിരുന്നുവോ? കാണേണ്ടത് നീ കണ്ടിരുന്നുവോ? കാണേണ്ടത് നീ കണ്ടിരുന്നുവോ? അപ്പോൾ അയാൾ ചോദിക്കണേ, കാണേണ്ടത്. ഒറ്റ വാക്കേ ഉള്ളൂ ആ ഡയലോഗിൽ. കാണേണ്ടത് മാത്രം നീ കണ്ടിരുന്നോ? കാണേണ്ടത്, കാണേണ്ടത്, കാണേണ്ടത്. ആ ഒരു നടൻ്റെ ആ മുഖത്ത് ഒരൊറ്റ വാക്കേ ഉള്ളൂ, കാണേണ്ടത്. കാണേണ്ടത് മാത്രം നീ കണ്ടിരുന്നുവോ? കാണേണ്ടത്, കാണേണ്ടത്, കാണേണ്ടത്. അപ്പോൾ അയാളുടെ മനസ്സിൽ പെട്ടെന്ന് വരികയാണ്. ഇപ്പോൾ മിത്രം ചോദിക്കണേ, എന്താ ഓർമ്മ വരുന്നില്ലേ? ഈ മിത്രത്തിൻ്റെ ശബ്ദത്തിന് അല്പകാരം വെച്ചു. എന്താ ഓർമ്മ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ആലോചിക്കുകയാണ്. എന്താ ഓർമ്മ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് പറഞ്ഞാണ്, നടനാവാൻ വേണ്ടിയാണ് നീ അന്ന് നാട് വിട്ടത്. ഓർമ്മയില്ലേ അത്? കാണേണ്ടത് നീ കണ്ടിരുന്നുവോ? രണ്ടാമത് മിത്രം വീണ്ടും ഓർമ്മിച്ചു, നടനാവാൻ വേണ്ടിയാണ് നീ അന്ന് നാട് വിട്ടത്. ഓർമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ ഈ മിത്രം എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഡോക്ടറായി രംഗവേദിയെ, ഒരു ഡോക്ടറുടെ ഭാഗത്തിൽ രംഗവേദിയിൽ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഡോക്ടറായി അവിടെ വന്നപ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ, നടൻ്റെ മനസ്സിൽ മറ്റ് ചില കാര്യങ്ങളൊക്കെ വരികയാണ്. എൻ്റെ സഹോദരി ഇവിടെ ഈ നാടകത്തിൽ നോക്കൂ, കർട്ടനിടാതെ രംഗവേദിക്ക് ഒരു മാറ്റവും വരുത്താതെ ഒരു സിനിമയുടെ സീൻ പോലെ രണ്ട് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ വലിയ വലിയ സംഭവങ്ങളുടെ ചുരുൾ ഇങ്ങനെ നാടകം നമ്മുടെ മുമ്പിലേക്ക് മാറ്റി മാറ്റി കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ നിനക്ക് ഓർമ്മ വരുന്നില്ലേ, നീ ഒരു നടനാവാൻ വേണ്ടിയാണ് അന്ന് നാട് വിട്ടത് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരുപാട് സംഭവങ്ങൾ ഓർമ്മ വന്നു. പിന്നെ വിളിക്കുന്നത് ഡോക്ടർ എന്നാണ്. ഡോക്ടർ. ഇപ്പം മിത്രം അവിടെ ഡോക്ടറായിട്ട് തിരിഞ്ഞു നിൽക്കുക. ഈ സമയത്ത് അയാൾ പറയാണ്, എൻ്റെ സഹോദരി. ഒറ്റ വാക്കുള്ളൂ. ഒരു വലിയ ഒരു ചങ്ങല കൊണ്ട് ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്നത് പോലെ ഡോക്ടർ എന്തോ ഒരു പഴയ കാലത്തിൻ്റെ ചരിത്രം ഓർമ്മ വന്നു. എൻ്റെ സഹോദരി. ഒറ്റ ഡയലോഗ്, എൻ്റെ സഹോദരി. ഇപ്പം നമ്മുടെ നാടകത്തിൽ സംവിധായകന്മാർ ചെയ്യിക്കുമ്പോൾ എൻ്റെ സഹോദരി എന്നുള്ള ചില ഡയറക്ടർമാർ പല രീതിയിൽ ചെയ്യും, പല രീതിയിൽ. ഒന്ന് പറയൂ, എൻ്റെ സഹോദരി. ഹേ, അതൊരു ജീവനിടൂ അതിന്. അങ്ങനെയാണോ? ഒന്നുകൂടെ ഈ സംവിധായകൻ കാണിച്ചു കൊടുക്കില്ല, ഒന്നും കൂടി കാണിച്ചു കൊടുക്കും. എൻ്റെ സഹോദരി പോരാ. കാരണം താൻ തൻ്റെ സഹോദരിയുടെ സുഖമില്ലാതെ കടന്നിരുന്ന ഒരു പഴയ കാലത്തെ താൻ ഓർമ്മിക്കുകയാണ്. അത് തൻ്റെ ഈ ഡയലോഗ്സിൽ അത് വ്യക്തമായി വരണം. പറയൂ, എന്നോട് പറയൂ. എൻ്റെ സഹോദരി. ഒപ്പിക്കാം, ഓക്കെ എന്ന് പറയുന്ന ആ എൻ്റെ സഹോദരി എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മിത്രം ഡോക്ടറുടെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തോ ഒരു വലിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് സഹോദരിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ വലിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോവുകയാണെന്നാണ് ഇപ്പോൾ ഇയാൾ പറയാണ്, ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല, ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരും. നടൻ എന്ന കഥാപാത്രം എൻ്റെ ഒരേ ഒരു സഹോദരിയാണ്.
എൻ്റെ ഒരേ ഒരു സഹോദരിയാണ്. എൻ്റെ ഒരേ ഒരു സഹോദരിയാണ് എന്നുള്ളത് നമ്മൾ സിനിമയിലൊക്കെ ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് സാറേ താറ് പൊയ്ക്കോ എന്ന് പറയും. സിനിമയിൽ ഡയലോഗ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ നാടകത്തിൻ്റെ ആളുകളെ സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോൾ വലിയ പ്രയാസമാണ് സംവിധായകന്മാർക്ക്. ഇപ്പം നമ്മൾ നാടകത്തിൽ നിന്ന് വന്ന കുറേ നടന്മാരുണ്ട്. അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിച്ചിരുന്നത് ബാലൻ കെ നായരെ കൊണ്ടാണ്. ബാലൻ കെ നായർക്ക് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. നമുക്കറിയാലോ, ശരദേ ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല, കടന്നു പോകൂ പുറത്ത്, ഇങ്ങനെയൊക്കെ പറയും നാടകക്കാര്. അങ്ങനെ പറയുമ്പോൾ സിനിമയിൽ അത് പറ്റില്ല. വളരെ സിമ്പിളായിട്ട് പറയാം, ശാരദേ നീ പൊയ്ക്കോ, ഇപ്പോൾ വെളിയിൽ പൊയ്ക്കോ. അത് നാടകത്തിൽ പറയുമ്പോൾ ശാരദേ കടന്നു പോകൂ പുറത്ത്, ഞാനാണ് പറയുന്നത് എന്നൊക്കെ പറയണത് ഒരു നാടക സ്റ്റൈലാണ്. അതൊന്നും സിനിമയിലെ സംഭാഷണങ്ങൾ പറയുന്നത് യാതൊരു മുഖത്ത് ആ ഡയലോഗ് പറയുമ്പോഴുണ്ടാകുന്ന ഭാവങ്ങളല്ലാതെ ശബ്ദത്തിന് കൃത്രിമമായിട്ട് എന്തെങ്കിലും വരുത്താനൊന്നും പാടില്ല. എന്നാൽ നാടകത്തിൽ അത് വേണം. അതാണ് നാടകത്തിൻ്റെ പ്രത്യേകത. നാടകം എന്ന് പറയുന്നത് ഏറ്റവും പിന്നിലിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും ഈ നടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ കഴിയണം. ഏറ്റവും കാണികൾ എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് ഷോട്ട് മുന്നിലേക്ക് കാണിച്ചു കൊടുക്കും. സിനിമ എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞാലും ഒരു സീനിൻ്റെ ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ നമ്മുടെ മുന്നിലേക്ക് വരും, ക്ലോസപ്പിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാവും. നാടകത്തിൽ ക്ലോസപ്പ് ഒന്നുമില്ല. ഏറ്റവും പിന്നിലിരിക്കുന്ന പ്രേക്ഷകർ ഈ നടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസും സംഭാഷണവും കേൾക്കണമെങ്കിൽ ഏറ്റവും പിന്നിലിരിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി കേൾക്കത്തക്ക വിധത്തിൽ ഉറക്കം പറയേണ്ട വേണം. അപ്പോൾ എൻ്റെ ഒരേ ഒരു സഹോദരിയാണ്, എൻ്റെ ഒരേ ഒരു സഹോദരിയാണ് എന്നുള്ളതാണ് നമ്മുടെ നടൻ്റെ ഇവിടുത്തെ ഡയലോഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർ വാട്ട്സ് ദാറ്റ്, എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാവുന്നുണ്ട്, ഞാൻ പരമാവധി ശ്രമിക്കാം. പ്രേ ടു ദി ഗോഡ്. അവൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാവുന്നുണ്ട്, ഞാൻ പരമാവധി ശ്രമിക്കാം. പക്ഷേ പ്രേ ടു ദി ഗോഡ്, ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇതാണ് ഈ എൻ്റെ ഒരേ ഒരു സഹോദരിയാണെന്നുള്ള ഇയാളുടെ വൈകാരികമായ സംഭാഷണത്തിന് ഈ മിത്രം എന്ന കഥാപാത്രം, ഡോക്ടറായി മാറി നിൽക്കുന്ന മിത്രം എന്ന കഥാപാത്രം പറയുന്നത് അങ്ങനെയാണ്, ഞാൻ പരമാവധി ശ്രമിക്കാം എന്ന് പറയുന്നു. ഇത് ഉടൻ മറ്റേ ഈ സിനിമയുടെ സീൻ മാറുന്ന പോലെ മാറുക, ഞാൻ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇയാൾ തിരിച്ചു വരും ഡോക്ടർ. എന്നിട്ട് ഒരു സ്വർണ്ണമാല എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുക. ഇത് ഒരു സ്വർണ്ണമാലയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ നിങ്ങളുടെ സഹോദരിയുടെ കഴുത്തിൽ നിന്ന് ഞാനിത് ഊരിയെടുത്തതാണ്. കീപ്പ് ഇറ്റ്, കീപ്പ് ഇറ്റ്. ഇതാണ് നമ്മുടെ മിത്രത്തിൻ്റെ. ഇത് നിങ്ങളുടെ സഹോദരിയുടെ മാലയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാനത് ഊരിയെടുത്തതാണ്. കീപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മാല, നാടകത്തിലെ ഈ മെറ്റീരിയൽ പ്രസൻറ്റേഷന് വലിയ പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നാടകത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് മാല മൈം ചെയ്തിട്ട് മാലയാണെന്ന് പറയാം, പക്ഷെ മാല എന്ന് പറഞ്ഞ് ഉയർത്തിയാൽ മാല. ഇനി അതല്ല, സംവിധായകൻ പറയാണ് നിങ്ങൾ ഒരു സ്വർണ്ണമാല ഉപയോഗിച്ചോളൂ. അപ്പോൾ ആ സ്വർണ്ണമാല അല്ലെങ്കിൽ സ്വർണ്ണമെന്ന് തോന്നിക്കുന്ന ഒരു മാല എടുത്ത് ഉയർത്തുമ്പോൾ ഈ മാലയിലേക്ക് ഫോക്കസ് ചെയ്യണം. നടനും വേണം, അതുപോലെ തന്നെ അത് നീട്ടിയാളും വേണം. ഇത് കയ്യിൽ മാല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലേക്ക് നോക്കണം. എൻ്റെ സഹോദരിയുടെ മാല, മാല, മാല. കുറേ സെക്കൻഡ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇത്തരം ഈ ഓബ്ജക്ട്സിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നത് അഭിനയിച്ച് കണ്ടിട്ടുള്ളത് ഞാൻ മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിലാണ്. മാക്ബത്തിൻ്റെ ഇംഗ്ലീഷ് നാടകം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കൈനിക്കര കുമാരപിള്ള ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്ത് തിരുവരങ്ങ് നാടകവേദിയൊക്കെ മലയാള നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മാക്ബത്തിൻ്റെ കഥ അറിയാമല്ലോ. നാടകമാണ്, ഇംഗ്ലീഷിലെ ഏറ്റവും പ്രശസ്തമായ നാടകമാണ് മാക്ബത്ത്, ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത്. മാക്ബത്തിൽ കഥയിൽ നിർണായക ഭാഗം മാത്രം, കഥയിലെ ഞാൻ പറയില്ല, നിർണായക ഭാഗത്ത് പറയുന്നത് ലേഡി മാക്ബത്ത് ഒരു ദുഷ്ട കഥാപാത്രമാണ്. നാടകത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ചപ്പോൾ, ലോക നാടകവേദിയുടെ ചരിത്രം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് നാടകവേദിയെ എലിസബത്യൻ നാടകവേദി എന്നാണ് പറയാം. ആ എലിസബത്യൻ നാടകവേദിയിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമായിരുന്നു മാക്ബത്ത്. മാക്ബത്തിൽ നാടകത്തിൽ
ഡങ്കൻ എന്ന് പറയുന്ന സ്കോട്ട്ലൻഡിലെ രാജാവിനെ അതിഥിയായി ക്ഷണിച്ച് തൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കും. യുദ്ധം ജയിച്ചു വന്ന മന്ത്രിയായ ഡങ്കൻ രാജാവിൻ്റെ മന്ത്രിയാണ് മാക്ബത്ത്. ആ യുദ്ധം ജയിച്ചു വന്ന ഡങ്കൻ രാജാവിൻ്റെ മന്ത്രി മാക്ബത്ത് കൊട്ടാരത്തിലേക്ക് വിരുന്നിന് ക്ഷണിച്ച് അന്ന് അവിടെ കിടന്നുറക്കാൻ പറയുമ്പോൾ ലേഡി മാക്ബത്ത് ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും മാക്ബത്തിന്. ഈ ഡങ്കൻ രാജാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ രാജാവാവില്ല. നിങ്ങൾ രാജാവായി രാജ്ഞിയാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നിതാ സൗകര്യപൂർവ്വം അയാൾ നമ്മുടെ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ മുറിയിലേക്ക് പോയി അയാളുടെ കഴുത്തറുക്കണം. ഈ കഴുത്തറുക്കണം എന്ന് പറയുന്ന നാടകത്തിൽ ഒരു കഠാര എടുക്കും ലേഡി മാക്ബത്ത്. ആ കഠാര ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. കഠാര ഉയർത്തിപ്പിടിക്കുമ്പോൾ ലേഡി മാക്ബത്ത് മാത്രമല്ല, ലൈറ്റ് ഡിമ്മാവും, ഈ കഠാരയിലേക്ക് സ്പോട്ട് ലൈറ്റ് വരും, മാക്ബത്തിൻ്റെ മുഖത്തേക്ക് ലൈറ്റ് വരും, ലേഡി മാക്ബത്തിൻ്റെ മുഖത്തേക്ക് വരും. ഒരു മിനിറ്റ് സമയം ഈ കഠാര ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ലേഡി മാക്ബത്തും ഒക്കെ അതിൽ നോക്കുമ്പോൾ അതിന് അനുകൂലമായ പശ്ചാത്തല സംഗീതം വരുന്നതോടുകൂടി ആ ഓബ്ജക്റ്റിനെ, കഠാര എന്ന് പറയുന്ന ഓബ്ജക്റ്റിനെ അതിങ്ങനെ വിഷ്വൽ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കും. അതേപോലെയാണ് നമുക്ക് ഈ നാടകത്തിലെ ഈ മാല. മാല ഒരു പ്രധാന വിഷയമാണ്. മാല ദാ കീപ് ഇറ്റ് അപ്പ്, ഇത് നിങ്ങളുടെ സഹോദരിയുടെ കഴുത്തിൽ കിടന്ന മാലയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാനത് ഊരിയെടുത്തതാണ്, നിങ്ങളിത് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് ആ മാല കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നടൻ എന്ന കഥാപാത്രം ഈ മാല വാങ്ങി ഡോക്ടറായിട്ടുള്ള മിത്രം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മാല കൊണ്ട് നടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ച്. അയാളത് കണ്ടതിന് ശേഷം അയാൾ ആ മാലയുമായി താഴെ തലത്തിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത്. താഴെ തലത്തിലേക്ക് ഇറങ്ങി, ഒരു തലത്തിൽ നിന്ന് താഴത്തെ തലത്തിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് സിനിമയുടെ സീൻ മാറുന്നതോടുകൂടി പെട്ടെന്ന് ഈ ഡോക്ടറുടെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മുടെ മിത്രം എന്ന കഥാപാത്രം വന്ന് ചോദിച്ചു, ഓർമ്മയുണ്ടോ നിനക്കത്, ഓർക്കുന്നുണ്ടോ നീ അത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഞെട്ടുകയാണ്. മാല, മാല, ആ മാല എന്ന് പറയുന്നത് ഇനി ഈ ഓബ്ജക്റ്റാണ് ഈ നാടകത്തെ ഈ സംഭാഷണം. മാല എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്ക്, ഒരു ഡയലോഗ്, മാല എന്നതിലൂടെ സംഗതി ആകെ മാറുകയാണ്. മാല എന്ന് പറയുമ്പോൾ ഈ മാലയെക്കുറിച്ചിട്ട് ഓർക്കുകയാണ്. നീ പറയാണ്, ഈ മിത്രം പറയാണ്, നീ നിന്റെ സഹോദരിയുടെ ഈ മാലയും കൊണ്ട് നീ പമ്പ കടന്നു. അവൾ രോഗിണിയായി ആസ്പത്രിയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന് ഊയലാടുമ്പോൾ നീ ആ മാലയും കൊണ്ട് കടന്നു കളഞ്ഞു. നോക്കൂ, ആ മാല എന്ന് പറയുന്നത് സഹോദരിയുടെ മാല, സൂക്ഷിക്കാൻ കൊടുത്ത മാല. ഇപ്പോൾ മിത്രം എന്ന കഥാപാത്രം പറയാണ്, നീയായിരുന്നു അവളുടെ ഏക ബന്ധു. ആശുപത്രിയിൽ കിടന്ന അവളുടെ ഭർത്താവ് നാട്ടിലില്ല, അവളുടെ ഏക ബന്ധു നീയാണ്. നീ ആ മാലയുമായി പമ്പ കിടന്നു. അവൾ ആ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന് ഊയലാടുമ്പോൾ നീ അത് ശ്രദ്ധിക്കാതെ മാലയുമായി കടന്നു കളഞ്ഞു. ഈ മാല എന്നുള്ള ഒരു വസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൽ ഈ മിത്രം എന്ന കഥാപാത്രവും ഈ നടൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള ആ സംഭാഷണങ്ങൾ ഈ നാടകത്തിൻ്റെ വഴിത്തിരിവാണ്, സംഭവങ്ങളുടെ വഴിത്തിരിവാണ്. സിനിമയിലെ സീനുകൾ മാറുന്നത് പോലെ നമ്മുടെ മനസ്സിലൂടെ സംഭാഷണങ്ങളിലൂടെ ഈ നാടകം മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മിത്രവുമായിട്ടുള്ള കാര്യങ്ങൾ അവസാനിക്കും. മാല എന്ന് പറയുന്ന ഈ ഒരു വസ്തുതയെ പിന്നീട് നാടകം മുന്നോട്ട് നയിക്കുകയാണ്. അപ്പോൾ അയാൾ എൻ്റെ ഭാവി തീരുമാനിക്കാൻ വേണ്ടി, ഞാൻ നാടകത്തിൽ ചേരാൻ വേണ്ടി ഞാൻ ഈ മാലയുമായി നാട് വിട്ടു പോയതാണ്. സഹോദരിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ഭർസിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെങ്കിലും നാട് വിട്ടു പോകണമെന്ന് കരുതി ഞാൻ ഈ മാലയുമായി നാട് വിട്ടു പോയതാണ്. ഇനി പഴയതിലേക്ക് തിരിച്ചു വരും. കണ്ണിൻ്റെ കാഴ്ചകൾ പോയി, നാടകം അവസാനിപ്പിച്ചു, ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ ഈ മിത്രത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് അയാൾ മാല കയ്യിലുണ്ട് എന്ന് പറയാണ്. ഈ മാല എനിക്കെൻ്റെ സഹോദരിയെ ഏൽപ്പിക്കണം, എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
ഈ മാലയുമായി ഈ നടൻ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ സഹോദരിയുടെ ഭർത്താവായിട്ട് മാറുന്നു നമ്മുടെ മിത്രം എന്ന കഥാപാത്രം. ഇതാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഇത് ക്രൈം 1928-27 CJ തോമസ് തൻ്റെ നാടകത്തിൽ ഉപയോഗിച്ച തന്ത്രമായത്. ഇവിടെ ഭർത്താവൊന്നുമില്ല, ഭർത്താവിനെ അവതരിപ്പിക്കാൻ വേണ്ടി മറ്റൊരു നടൻ്റെ ആവശ്യമില്ല. ഇവിടെ മിത്രം ഇപ്പോൾ ഉടനെ ഡോക്ടറായിട്ട് തീർന്നതേ ഉള്ളൂ. ഡോക്ടറായിട്ട് വന്ന് നാടകത്തിലെ കഥാപാത്രത്തെ വിശകലനം ചെയ്ത് സംഭാഷണങ്ങളെ വിശകലനം ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതാ ഈ കഥാപാത്രം ഇതാ സഹോദരിയുടെ ഭർത്താവായി പറഞ്ഞു വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എനിക്ക് ചേച്ചിയെ കാണും. വാളിയൻ അല്ലെങ്കിൽ സഹോദരി ഭർത്താവ് വന്നു, നീ എനിക്ക് ചേച്ചിയെ കാണും. എന്തിന്? എനിക്ക് എൻ്റെ ചേച്ചിയെ കണ്ട് ക്ഷമാപണം ചെയ്യണം, മാപ്പ് ചോദിക്കണം. ഈ മാല എനിക്ക് തിരിച്ചേൽപ്പിക്കണം, ഈ മാല എനിക്ക് തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ ഈ സഹോദരൻ്റെ ഭാഗം, ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഭാഗം അഭിനയിക്കുന്ന നമ്മുടെ മിത്രം എന്ന കഥാപാത്രം പറയാണ്, നീ എൻ്റെ കൺമുമ്പിൽ വെച്ച് അവളുടെ കഴുത്തിൽ നിന്ന് ഈ മാല പൊട്ടിച്ചോടിയിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുമായിരുന്നു. ഇതാണ് ഡയലോഗ്. നീ അവളുടെ കഴുത്തിൽ നിന്ന് എൻ്റെ കൺമുമ്പിൽ വെച്ച് ഈ മാല പൊട്ടിച്ചോടിയിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുമായിരുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. പോ, വെളിയിൽ കടന്നു പോ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയരുത്. എനിക്ക് ചേച്ചിയോട് മാപ്പ് പറയണം, ഈ മാല തിരിച്ചേൽപ്പിക്കണം. ഈ മാല അത് കൊണ്ടുപോയി വലിച്ചെറിയ. അത്രമാത്രം ദുഷ്ടത്വം തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് നീ ചെയ്തത്. വൃത്തികെട്ടതാണ് ഈ മാല, കൊണ്ടുപോയി വലിച്ചെറിയ എന്ന് പറയുന്നതോടുകൂടി നിസ്സഹായനായി നിൽക്കുന്ന ഈ കഥാപാത്രം, ഈ നടൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു മാല എന്ന് പറയുന്ന സംഭാഷണങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് നാടകത്തിൻ്റെ ഏതാണ്ട് ആൻറ്റി ക്ലൈമാക്സ് പോലെ എത്തിച്ചു നിൽക്കുന്ന ഒരു ഭാഗമാണ് അത്. നീ കൊണ്ടുപോയി വലിച്ചെറിയ മാല. നീ എൻ്റെ മുമ്പിൽ നിന്ന് അവിടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു കൊണ്ട് ഓടിയിരുന്നെങ്കിൽ പോലും ഞാൻ നിന്നോട് ക്ഷമിക്കുമായിരുന്നു. രോഗം പിടിച്ച് ആശുപത്രിയിൽ ആരോരുമില്ലാതെ കിടന്ന് അവൾ കണ്ണടച്ചപ്പോൾ നീ തിരിഞ്ഞു നോക്കിയില്ല. നീ മാലയുമായി ഒരു കള്ളനെ പോലെ, മോഷ്ടാവിനെ പോലെ നീ കടന്നു കളഞ്ഞു. നിന്നെ എനിക്ക് കാണണ്ട, പൊയ്ക്കൊള്ളൂ എന്ന് പറയുന്ന ആ സംഭാഷണത്തിൻ്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന നമ്മുടെ ഈ നടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മുന്നിൽ വെച്ച് നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. ഇനിയും ഈ ഏതാണ്ട് നിങ്ങളുടെ ക്ലാസ്സുകളിൽ കഥാപാത്രങ്ങളുടെ വിശേഷണവും സംഭാഷണങ്ങളുടെ വിശകലനവും നാടകത്തിൻ്റെ മൊത്തത്തിലുള്ള അവതരണവും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ ഭരതവാക്യത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ഈ സംഭാഷണങ്ങളുടെ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു പാഠവുമായിട്ടായിരിക്കും ഒരു പക്ഷേ പേന ബ്ലാക്ക് എന്ന ചാനൽ നിങ്ങളുടെ മുമ്പിൽ വരിക. പേന ബ്ലാക്ക് എന്ന ചാനലിന് ഒരു പ്രത്യേകതയുണ്ട്. വെറുതെ പാഠഭാഗങ്ങൾ മാത്രം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യലല്ല, നിങ്ങൾക്ക് മറ്റ് നാടൻ പാട്ട് കേൾക്കാനും അതേപോലെ തന്നെ അഭിനയം കാണാനും എല്ലാ വിധത്തിലും നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ, ക്രിയേറ്റിവിറ്റിയെ ഡെവലപ്പ് ചെയ്യത്തക്ക വിധത്തിലുള്ള രീതിയിലായിരിക്കും ഞങ്ങൾ ഈ പാഠങ്ങൾ അവതരിപ്പിക്കുക. ഇന്നത്തെ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.